ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ. സുധീഷ് കുമാറിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരമൊരുക്കിയെന്നും കണ്ടെത്തലുണ്ട്. സി കെ അഭിലാൽ വിവരങ്ങളുണ്ട്. അഭിലാൽ, വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ്. ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല, വലിയൊരു വലയം അതിന് ചുറ്റും അല്ലെങ്കിൽ ഈ തട്ടിപ്പിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലെ ഓരോരോ കണ്ണുകളായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിലെ മൂന്നാം പ്രതി, ശ്രീകോവിൽ കട്ടിളപ്പാളികളിലെ സ്വർണം തട്ടിയെടുത്ത കേസിൽ അഞ്ചാം പ്രതി, ചുരുക്കത്തിൽ ഗൂഢാലോചന മുതൽ സ്വർണം തട്ടിയെടുത്തത് വരെയുള്ള സംഭവങ്ങളിൽ വ്യക്തമായ പങ്ക് വിശദീകരിക്കുന്നതാണ് SIT ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട്. സ്വർണം പൊതിഞ്ഞ പാളികൾ തന്നെയാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് ഡി സുധീഷ് കുമാറിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. എന്നിട്ടും രേഖകളിൽ അതിനെ ചെമ്പ് പാളി എന്ന് വിശേഷിപ്പിച്ചത് ബോധപൂർവവും തട്ടിപ്പിന് അവസരമൊരുക്കുന്നതുമാണ് എന്നാണ് SITയുടെ ഇതുവരെയുള്ള കണ്ടെത്തലിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇത് ഇത്തരത്തിലൊരു ശുപാർശ കത്ത് തയ്യാറാക്കിയതിൽ കൂടി വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. അങ്ങനെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് നവീകരണത്തിനായി കൊടുത്തുവിടാമെന്നുള്ള തെറ്റായ ശുപാർശ ബോർഡിന് കൈമാറി എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാളികൾ അഴിച്ചെടുത്ത വേളയിൽ ഇത് സാന്നിധ്യം ഉറപ്പാക്കേണ്ട പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന അതല്ലെങ്കിൽ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല. മഹസർ തയ്യാറാക്കിയ വേളയിൽ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടില്ലാത്ത ചില ആളുകളുടെ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ പിടിയിലായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ മൊഴികളിൽ ഇദ്ദേഹത്തിനെതിരെ പരാമർശം ഉള്ളതായി കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റാന്നി കോടതിയാണ് അധികാരപരിധിയിലുള്ളതെങ്കിൽ ആ കോടതി ഇന്ന് അവധിയായതിനാൽ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ആണ് ഈ കേസ് പരിഗണിച്ചത്. 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്യുകയും പിന്നീട് അന്വേഷണ സംഘം ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രതിക്ക് വേണ്ടി തിങ്കളാഴ്ച SIT കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അഭിലാൽ, ഈ കസ്റ്റഡിയിൽ എന്തായാലും സ്വാഭാവികമായിട്ടും അനുവദിക്കാനും സാധ്യതയുണ്ട്. അതുകൂടി കിട്ടുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പമിരുത്തിയും അല്ലെങ്കിൽ വെവ്വേറെയിരുത്തിയും ഒക്കെയുള്ള ചോദ്യം ചെയ്യലുകൾ ഇങ്ങനെ ഓരോ ദിവസമായി പുരോഗമിക്കുകയാണ്. ഈ സുധീഷ് കുമാറിന്റെ കൂടി കസ്റ്റഡി കിട്ടുന്നതോടെ അന്വേഷണത്തിൽ കുറച്ചുകൂടി വേഗം കൈവരിക്കും, അല്ലേ? തിങ്കളാഴ്ച വളരെ നിർണായകമാണ്. ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയുടെയും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ എത്തുന്ന സ്ഥിതിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് ഹാജരാക്കാൻ വേണ്ടി റാന്നി കോടതി നിർദ്ദേശം നൽകിയ പശ്ചാത്തലമുണ്ട്. രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് തിങ്കളാഴ്ച രേഖപ്പെടുത്തുകയും അന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി അദ്ദേഹത്തെ ഒപ്പം കൊണ്ടുപോകാനാണ് ഇതുവരെ ഉള്ള ധാരണ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള ഡി സുധീഷ് കുമാറിന്റെ കസ്റ്റഡി കൂടി അവർ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് അനുബന്ധമായ രേഖകൾ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കും. ചുരുക്കത്തിൽ മൂന്നാം പ്രതിയെയും ഒന്നാം പ്രതിയെയും കൂടി ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ളവയാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ കേസിൽ നിലവിൽ 3 പ്രതികൾ മാത്രമാണുള്ളത്. 2 കേസുകളിലായി 10-ലധികം പ്രതികൾ വേറെയുമുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളായിരുന്നവർ അടക്കം ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. ചുരുക്കിയ ദിവസം, അതായത് ഇനി 19 ദിവസം മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ബാക്കിയുള്ളത്. ഈ മാസം 20-ാം തീയതിയാണ് ഫൈനൽ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുൻപാകെ എത്തിച്ചേരേണ്ടത്. അതിനു മുൻപായി പരമാവധി ആളുകളിലേക്ക് അന്വേഷണം എത്തിച്ചേരേണ്ടതുണ്ട്. ഇതിൽ ചിലരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുകയോ നേരിട്ടെത്തി കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്.